പ്രശസ്ത സംവിധായകനും നടനുമായ ശ്രീ ബാലചന്ദ്ര മേനോനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി മീനു മുനീർ അറസ്റ്റിലായി. പുറമേ കാണുന്ന മുഖമല്ല, നമ്മൾ പുള്ളിനെ പേഴ്സണൽ ആയിട്ട് കാണുമ്പോൾ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആൾ. അയ്യോ പറയണ്ടേ? അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച. ഇന്നൊരു ദിവസമാണെങ്കിൽ ഇതുപോലെ രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ, 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. ഒരു പെണ്ണിനോട് ഇങ്ങനൊന്നും ചെയ്യല്ലേ, അവളെ കൊല്ലുന്നതിന് തുല്യമാണേ. അത് നല്ല അടികൊള്ളാത്തതിന്റെ ഞാൻ തരാം. ഫോളോ മീ. ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താ യു കാൻ സിറ്റ് ആൻഡ് വാച്ച് അവിടെ ഇത് വാച്ച് ചെയ്യോ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഓടിപ്പോയി. മദ്രാസിൽ നിന്ന് 3 കേസ് കളഞ്ഞിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടണം. അല്ല, അതെനിക്കറിയാം. ബിസിനസ് ആകുമ്പോ തിരുമേടെ താല്പര്യം എന്താന്ന് വെച്ചാ നേരം എനിക്ക് മുഖ്യ. അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി, എന്റെ അതേ പ്രായം തന്നെ ഉള്ളൊരു നടി, ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റൈലിലൊക്കെ വെച്ച് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ അയ്യോ അത് മാറണം, എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കിന്ന് കാണണം. അപ്പൊ സത്യമായിട്ടും കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. രണ്ടുപേർക്കും വല്ലാത്ത ദിവസം ഞങ്ങൾ എന്റെ പരസ്പരം നോക്കി നോ സർ അയ്യോ നോ 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 അങ്ങനെ പുള്ളിക്കാരത്തേക്ക് പുള്ളിക്കാരൻ അങ്ങ് മടുത്ത് പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല. അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് വ്യവസ്ഥനായി. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വസ്തുതകളെ വളച്ചൊടിക്കുക. തൂങ്ങിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഇടത്തോട്ട്. എന്നിട്ട് ആ സ്കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മേത്തുമാക്കി, എന്റെ മേത്തുമാക്കി. ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ അയ്യേ സത്യമായിട്ടും കാസ്ട്രേറ്റ് ചെയ്ത് കളയണം, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, വേദന അറിയണം. ഒരു വിക്ടിം അനുഭവിക്കുന്ന വേദന എന്താണ് നീ തന്നിക്ക് പുറക്കാത്തവൻ അറിയണം. നീ അറിഞ്ഞ ഞാൻ പെട്ടു അറച്ച് വേറെ അയ്യേ സത്യമായിട്ടും. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ബാത്റൂമിൽ പോയി അത് കഴുകിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. ഏതോ ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം ക്ലീൻ. ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു നടിയെ, ഒരു നായികനെ 1 മാസത്തോളം റൂമിലിട്ട് പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പല പല കാര്യങ്ങൾ പലർക്കും പറയാനുണ്ട്, പക്ഷെ ആർക്കും പുറത്തോട്ട് പറയാനുള്ള ഒരു ഇതില്ല. അതേസമയം ബാലചന്ദ്ര മേനോനെതിരെ മീനു മുനീർ നൽകിയ പരാതിയിൽ ബന്ധപ്പെട്ട കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസ് നൽകി. ബാലചന്ദ്ര മേനോനെതിരെ കള്ളപ്പരാതി ആരോപിച്ചതിലാണ് കോടതി മീനു മുനീറിന് നോട്ടീസ് നൽകിയതും അറസ്റ്റ് ചെയ്തതും. തുടർ നിയമ നടപടികൾ മുന്നോട്ട് പോകുമെന്ന് ശ്രീ ബാലചന്ദ്ര മേനോൻ അറിയിച്ചു. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു.